നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മാവൻ ഞാൻ കാണിക്കുന്ന വീഡിയോ ഒന്ന് കാണണം. എന്ത് വീഡിയോ? അമ്മാവൻ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് അമ്മാവന് മനസ്സിലാവും. ഒന്ന് വേഗം പോ രാജു. മാഡം, ഈ സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റൂ. ഞാൻ ടയർഡാ. ഇങ്ങനെ ഒന്ന് കുറച്ച് സ്പീഡിൽ പോ രാജു. ഈ വണ്ടിക്ക് ഇത്ര സ്പീഡ് ഉള്ളൂ മാഡം. മാഡം ഈ ധൃതി കാണിക്കാതെ കുറച്ച് സമയം ഒന്നും മിണ്ടാതിരുന്നേ. എന്നാലും അംബിക മാഡം പറഞ്ഞ ആ വീഡിയോ എന്തായിരിക്കും മാഡം? രാജു, എനിക്ക് തോന്നുന്നതേ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ച കാര്യം ദീപക് വീഡിയോ എടുത്തോന്നാ. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ദീപക് എന്നെ ഫോളോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതിന് ക്ഷേത്രത്തിൽ പോയി മാഡം എന്താ പ്രാർത്ഥിച്ച? രാജു, അത് രാജു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോഴേ രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാണോ രാജുവിന് ഇങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. ഇത് പ്രശ്നമാവും. അമ്മേ, ഈ അമ്മാവനെന്താ വൈകുന്നേ? നീയൊന്ന് അടങ്ങിച്ചേക്ക. അവൻ ഇപ്പൊ ഇങ്ങ് വരുന്നേ. എന്തോ പ്രശ്നമുണ്ട്. 50 മിനിറ്റ് മുമ്പ് അമ്മാവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതാ. അവിടുന്ന് ഇവിടെ എത്താൻ മാക്സിമം ഒരു 30-35 മിനിറ്റ് മതി. എന്തോ പ്രശ്നമുണ്ട് അമ്മേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും കാണില്ലെന്നേ. പ്രതാപൻ വല്ല കോഫിയോ ജ്യൂസോ മറ്റോ കുടിക്കാൻ ഏതെങ്കിലും ഹോട്ടലിലോ മറ്റോ കേറിയതാവും. ഈ അമ്മാവന് നേരെ ഇങ്ങ് വന്നാ പോലെ. എന്താന്ന് വെച്ചാ അമ്മാവന് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇവിടെ മനുഷ്യൻ മുള്ളെ ചവിട്ടിയാ നിൽക്കുന്നത്. ഈ വീഡിയോ അമ്മാവനെ കാണിച്ചിട്ട് വേണം എനിക്ക് എന്റെ കഥയുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാൻ. ഞാനേ പ്രതാപനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫോ? അല്ല, നിങ്ങളെന്താ ഇവിടെ? അതുകൊള്ളാം, നല്ല ചോദ്യായി. എന്റെ വീടിന്റെ മുന്നിൽ വന്നു തന്നെ ഇത് ചോദിക്കണം. അല്ല, അത് പിന്നെ പെട്ടെന്ന് ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഞെട്ടിപ്പോയല്ലേ? ഞങ്ങളിപ്പോ ഇവിടേക്ക് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ രമ്യ? അല്ല, രമ്യ എന്താ ഇവിടെ? അവളെ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്തിനാ അമ്മ ഇവളെ എവിടേക്ക് വിളിച്ചതെന്ന് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാനങ്ങനെ ചോദിക്കില്ല. കാരണം നിങ്ങളിപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിലാണെന്ന് എനിക്കറിയാം. രമ്യേ, നീ കേറി വാ. നീ വാ. രാജു, അച്ഛനിപ്പോ വരല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ദീപക് ആ വീഡിയോ അച്ഛനെ കാണിക്കാതെ നമ്മൾ എങ്ങനെ തടയും? ഇത്രയും പേടിയുള്ള ഋതിക മാഡാണോ കുറച്ചു നേരത്തിന് മുന്നേ രമ്യോട് അങ്ങനെയൊക്കെ പറഞ്ഞ? അത് പിന്നെ നമ്മളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് അവര് മനസ്സിലാക്കാൻ പാടില്ലല്ലോ. അതാ ഞാനങ്ങനെ പെരുമാറിയതുകൊണ്ട് അവർക്കൊരു പേടി തോന്നിക്കാണും. രാജു ഒന്ന് ആലോചിച്ച് നോക്ക്. രാജു ആലോചിച്ച എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. മാഡം ഇങ്ങനെ ധൃതി വെക്കല്ലേ, കുറച്ച് സമയം താ. ദൈവമേ, അച്ഛനെങ്ങനെ വല്ല അറിഞ്ഞ അച്ഛൻ. എന്താ രാജു, നീ എന്താ ഈ വേഷത്തില്?
നിന്റെ ഹെൽത്ത് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? വർമ്മ സാറേ, ഹെൽത്ത് ഓക്കെയാ. ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. ബൈക്കുമായിട്ടാണോ നീ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നത്? ആ, ആ, നീ പോയി ഫ്രഷ് ആയി ഈ വേഷമൊക്കെ ഒന്ന് മാറ്. നീ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ആ, ശരി വർമ്മ സാറേ. ആ. യാത്രയൊക്കെ സുഖമായിരുന്നോ പ്രതാപ? അതെ ചേച്ചി. അല്ല, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ചേച്ചി, അത് പാർട്ടിയുടെ യുവസംഘടനയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കുട്ടി നേതാക്കളുമായി ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഉറങ്ങിയപ്പോ വെളുപ്പിന് 3 മണി. ഫ്ലൈറ്റ് 6 മണിക്കായിരുന്നല്ലോ. അതാണ് ക്ഷീണം. ശരി പ്രതാപ, നീ പോയേ അല്പസമയം ഒന്ന് മയങ്ങ. ഏയ് ഇല്ല ചേച്ചി, മയക്കമൊക്കെ ഇനി ഉച്ച കഴിഞ്ഞു. അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. അമ്മാവ, എന്താ? എനിക്ക് അമ്മാവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോ പറഞ്ഞാൽ മതി. അമ്മാവ, ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മാവൻ ഞാൻ കാണിക്കുന്ന വീഡിയോ ഒന്ന് കാണണം. എന്ത് വീഡിയോ? അമ്മാവൻ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് അമ്മാവന് മനസ്സിലാവും. ശരിക്കും ആരാണ് അമ്മാവനെ ഫൂളാക്കുന്നതെന്നും ആരാണ് അമ്മാവനോട് നുണ പറഞ്ഞ് അമ്മാവനെ വിഡ്ഢിയാക്കുന്നെന്നും അറിഞ്ഞാ അമ്മാവൻ ഞെട്ടും. നീ നിന്ന് കഥാപ്രസംഗം പറയാതെ നിന്റെ കയ്യിലുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണിക്കും. നിനക്കെതിരെയുള്ള DNA റിപ്പോർട്ട് ഞാൻ വർമ്മസാറിനെ കാണിക്കും. ആ DNA റിപ്പോർട്ട് ഇവന്റെ കയ്യിലുണ്ടോ? അതെങ്ങാനും അമ്മാവൻ കണ്ട എന്നെ കൊണ്ട് ദിവ്യ കെട്ടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.